ഞാനിപ്പം നടക്കാൻ പോവാ. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ദിവസം കുറച്ചൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നടക്കാൻ പോവുകയാണ്. നാളെ എൻ്റെ ആനിവേഴ്സറിയാണ്, വെഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണേ. താങ്ക് യു. ഞാൻ ഒരുവിധം വീടൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടുത്തെ 2 കുഞ്ഞിപ്പിള്ളേരുണ്ടല്ലോ, അവർ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പം ഇവിടെ ഒരു വഴിയാവും. അതിന് മുമ്പ് ഞാൻ ഈ റൂമൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരുവിധമൊക്കെ ഡീസൻ്റായിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അറിയാൻ പാടില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കാന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സംഘം അങ്ങ് എത്തും, പിന്നെ എല്ലാം അങ്ങ് നിരത്താൻ തുടങ്ങും. അപ്പോൾ ഏതായാലും എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണല്ലോ അല്ലേ. പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടു. ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിനുണ്ടായിരുന്നു. അപ്പം അവർ പറയുമായിരുന്നു, എൻ്റെ മോള് ഹോസ്റ്റലിൽ പോയതിന് ശേഷം ഞാൻ വീട് വൃത്തിയാക്കി അതൊന്ന് കേടാക്കാൻ പോലും ആരുമില്ല അങ്ങനെ അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വീടൊക്കെ കുറച്ച് അലങ്കോലമായിട്ടൊക്കെ കിടക്കും. അപ്പോൾ ആരോ ഒരു പ്രാവശ്യം എനിക്ക് ഒരു ഫോട്ടോ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീട് കുറച്ച് അലങ്കോലമായിട്ട് ഇട്ടിട്ട് അവിടെ നിന്നിട്ടൊരു സെൽഫി എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. പക്ഷെ ആക്ച്വലി ഐ വാസ് ഫീലിംഗ് ദാറ്റ് ഈസ് മോർ ഹോംലി. സോ ഇത് ഡോട്ടർ ഓഫ് റെയിൻ്റെ ഭയങ്കര കളർഫുൾ കുട കേട്ടോ. ഒത്തിരി ഹാർട്സ് ഉണ്ട്. ഇത് തന്നെ തുറന്നതുണ്ടോ, അങ്ങനത്തെ ചില ടെക്നിക്ക് ഉള്ളതാണ്. ഇന്നലെ ഒരു അത്ഭുതം ഉണ്ടായി കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. എൻ്റെ ശ്രുതി ബോക്സിന് എന്തോ പ്രശ്നമാണോ എന്നുള്ളത് ചിലപ്പോൾ അതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇതുണ്ട്, തന്നെ തുറക്കുകയും ചെയ്യും, തന്നെ അടയുകയും ചെയ്യും. ഓ ഗോഡ്. ഞാൻ ആക്ച്വലി ഞാൻ റോഡിലിറങ്ങി എൻ്റെ സെൽഫി വീഡിയോ എടുത്തു തരാൻ ആരുമില്ലല്ലോ. എൻ്റെ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ എൻ്റെ കുട കാണിക്കാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തു തരും. ഇപ്പം നാളെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പം അന്നേരം നമ്മുടെ ഹസ്ബൻഡിനോടൊക്കെ നാളെയോ നാളത്തെ കഴിഞ്ഞപ്പോഴേക്കും എടുത്തരാം. ഓ ഗോഡ്, ഇത് തന്നെ ഒന്നേ ഇരിക്കുള്ളൂ. ഓക്കെ, ഇനി തുറന്നു പോകരുത്. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, എന്താ പറയാൻ വന്ന മറന്നുപോയി. ഓ എന്താ പറ്റിയതറിയില്ല, മറവി രോഗമുണ്ട്. പിന്നെ സംസാരിക്കട്ടാ. ഞാൻ നടക്കാൻ പോവാ. അപ്പം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രാരംഭ നടപടികളാണ് ഇതൊക്കെ. നടക്കാൻ പോവാണ്. അപ്പം ഞാനുണ്ടല്ലോ നല്ല കളർഫുൾ കുടയൊക്കെ ഉണ്ടോ. ഓക്കെ, ഞാൻ എൻ്റെ നടക്കാമ്പോക്കിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഉണ്ടോ എൻ്റെ ചോശൊക്കെ കണ്ടോ? ചോശ് എൻ്റെ കൂടെ നടക്കാൻ വരുന്ന സുഹൃത്തുക്കളെ, ഹലോ, ഭാര്യയും ഭർത്താവാണല്ലേ. ഞാൻ കറങ്ങാൻ പോകുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇതിൽ ദൂരെ നിന്ന് പോകുന്നില്ല, കുറച്ച് നടക്കും. ഏതായാലും മഴ, ഡോട്ടർ ഓഫ് റെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. വാട്ട് എ നൈസ് കുട അല്ലേ. എന്നാ മഴച്ചാറി തുടങ്ങി. ഞങ്ങളുടെ ചെടികളൊക്കെ കണ്ട കുഞ്ഞിപ്പൂവേ. ചേട്ടൻ എന്നെ നോക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മഴയില്ല, ഇപ്പം മഴ അധികമില്ല, ജസ്റ്റ് 2 തുള്ളി വീഴുള്ളൂ. എന്നിട്ട് നീ എന്തെങ്കിലും കുടന്ന് നിർത്തിയേക്കണം. എനിക്ക് അയാളൊന്ന് ആലോചിച്ചത് ഏതായാലും കുട ചുരുക്കിയേക്കാം, അല്ലെങ്കിൽ എനിക്ക് വട്ടമെന്ന് പറയുക ആള്. പക്ഷേ ഇവിടുത്തെ മെട്രോ ലൈനൊക്കെ കാണാം നിങ്ങൾക്ക്. ഒരത്ഭുതം ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട പിന്നെ തന്നെ തുറന്നു കഴിഞ്ഞിട്ട് ഇത് തന്നെ ഒരു വഴിയാക്കും. ഈ കുട എല്ലാവരെയും കാണിക്കാനായിരിക്കും. കുട തന്നെ എന്നെ കണ്ടോ എന്നുള്ള രീതിയിൽ കുട തന്നെ തുറക്കുക. ആളുകളും നോക്കുകയാണല്ലോ ഈശ്വര. അതെ സുഹൃത്തുക്കളെ, ഞാൻ പറയും,
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ ഇന്നലെ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി ആ പാട്ടിങ്ങനെ ഒരു വരി പാടിയിട്ട് ശ്രുതി ബോക്സ് ഓൺ ചെയ്തില്ല. പക്ഷേ ഈ ഒരു വരി പാടിയപ്പോഴേക്കും ശ്രുതി ബോക്സ് തന്നെ ഓണായി. ഞാൻ റോഡിൽ കൂടെ നടന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേട്ടോ. ലൈവ്. വണ്ടി തട്ടാതെ ഇരിക്കട്ടെ. മുംബൈയിൽ നിങ്ങൾ പ്രാവുകളെ കൂടുതലായിട്ട് ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ തന്നെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഇവിടുത്തെ ആളുകളുടെ ഒരു അവരതെന്തോ നല്ലതായിട്ട് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കി എത്രയോ പ്രാവുകളോ നോക്കി. ഇപ്പം ഞാൻ നടക്കുമ്പോഴേക്കും ഇതുങ്ങൾ പറക്കൂട്ടോ. കണ്ടോ കണ്ടോ എൻ്റെ പുറകിൽ കണ്ട പ്രാവ് എത്ര ഓഡിയൻസാന്നൊക്കെ അല്ലേ. ഞാൻ നടക്കുമ്പോഴേ എൻ്റെ പുറകെ വേറൊരു സുഹൃത്ത് നടക്കുന്നുണ്ട്. അവനെ കണ്ടിട്ട് എനിക്ക് ചിലപ്പം പേടിയില്ലാതില്ല. എൻ്റെ തൊട്ട് പുറകിലുണ്ട് കണ്ടോ. ഈശ്വര അവനെൻ്റെ പുറകെ നടക്കും. കേരളത്തിലുള്ളവർക്ക് ഇതൊന്നും പുത്തരിയല്ലല്ലോ. അവിടെയെല്ലാം ഓൾറെഡി എപ്പോഴും നല്ല ഗ്രീനറിയുള്ള സ്ഥലമല്ലേ. എന്നാലും നമുക്ക് ബോംബെയിൽ ഇത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഏതായാലും കുറച്ച് ആൾക്കാരെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇവരൊക്കെ രാവിലെ തന്നെ നല്ല എന്താ പറയുക ഓർഗാനിക് പുല്ലുകളൊക്കെ കഴിക്കുകയാണ്. ഇവരെന്നെ ഈ സുഹൃത്താണ് എൻ്റെ പുറകെ നടക്കുന്നത്. അവനെന്തോ ഭക്ഷണം കഴിക്കാൻ അന്വേഷിക്കണം. ഇവിടുത്തെ വലിയ കുഴപ്പമില്ല കേട്ടോ. പാവങ്ങളാട്ടോ ഇവിടുത്തെ സ്ട്രേ ഡോഗ്സൊക്കെ. ബിൽഡിംഗ് ഒക്കെ കണ്ടോ. നല്ല ബിൽഡിംഗ് അല്ലേ അല്ലേ. വഴികളിലൊക്കെ നിറയെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മൺസൂണിന് നല്ല ഭംഗിയാണ് കാർഗർ കാണാനായിട്ട്. വണ്ടികൾ വരുന്നുണ്ട്. ഇനി അവരുടെ പ്രൈവസി നഷ്ടപ്പെടണ്ടെന്ന് ഓർത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേ എൻ്റെ കൂടെ കണ്ടോ മൈനയൊക്കെ നടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ കണ്ടോ മൗണ്ടനൊക്കെ കാണുന്നുണ്ടോ. ആരെങ്കിലും ഒരു വീഡിയോ എടുത്തു തരാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി കേട്ടോ. പക്ഷേ തന്നെ എടുക്കുക. മഴത്തുള്ളികൾ ISKCON temple, Kharghar, actually recently renovated and inaugurated. Actually this temple was there for so long but they started renovating it years before, and now it is actually I heard it is very beautiful, but a lot of crowd is coming, so soon we also will be visiting. That time I will put the other videos. You can see the golf course in Kharghar.
1 minute. This is the golf course area. The members can enter here. So for the time being, today I am returning to my home, and I will take the other videos in another day. This time to go to home.